ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദാൽ കറിയാണ്. അതൊരു പാകിസ്ഥാൻ സ്റ്റൈലിലുള്ള ഒരു ദാൽ കറി കേട്ടോ. അവരൊക്കെ ഉണ്ടാക്കുന്ന മോഡൽ അതേപോലത്തെ ഒരു ദാൽ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ പരിപ്പോടൊക്കെ ഉണ്ടാക്കില്ല അതിൻ്റെ ആ ദാലാണ്. അത് 2-3 മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം ഒരു 2 വിസിലാക്കിയാൽ മതി. അത് ഓവറായിട്ട് ഉടഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ 2 വിസിൽ മതി. അപ്പോൾ ഞാനതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി അത് വേണ്ട വെള്ളം വേണ്ടത് ആ വെള്ളം നമ്മൾ പരിപ്പിൻ്റെ മുകളിലൊക്കെയായിട്ട് കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി 2 വിസിലാണ് ഞാൻ ആക്കുന്നത്. ഇപ്പോൾ ദാൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതാ ഇതുപോലെ ആവണം കേട്ടോ. വേവ് കറക്റ്റ് 2 വിസിലിന് ഉടയാതെ തന്നെ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. കാരണം ദാലിൻ്റെ ആ ഒരു ഇത് നമുക്ക് കാണാം. ദാൽ ഉടയാതെ തന്നെ നമുക്കങ്ങനെ കറിയിൽ കാണണം. ഇങ്ങനെ എന്നാൽ പിടിച്ച് നോക്കുമ്പോൾ വെന്തിട്ടുണ്ടാവണം. ആ രീതിയിൽ വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. ഞാൻ 2 വിസിലാണ് ആക്കിയത്. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിക്കണം. അതിന് ശേഷം 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് വേണ്ടത് 2 സവാളയാണ്. വലുതാണെങ്കിൽ 1 എടുത്താൽ മതി, ചെറുതാണെങ്കിൽ 2 എടുക്കണം. അതെടുത്തതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞതാണ്. അതൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴറ്റാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ഒന്ന് മിക്സ് ആക്കാം. നല്ല വാടി കിട്ടൊന്നും വേണ്ട, ചെറുതായിട്ട് നമുക്ക് കടിക്കുന്ന രൂപത്തിലൊന്ന് ആയാൽ മതി. ആ ഒരു പരുവം കിട്ടണം. ഇനി ഒന്ന് വാടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ചെറിയ തക്കാളിയാണ് ഇട്ട് കൊടുത്തത്. അതൊന്ന് വാട്ടി കൊടുക്കുക. അതിന് ശേഷം നമ്മളിട്ട് കൊടുക്കും 3-4 പച്ചമുളകാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റി കൊടുക്കുക. അതല്ലാതെ ഉടയൊന്നും വേണ്ട. ഈ ഉള്ളി ഈ പരിവാവണം. അതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളകും പൊടി, അതിന് ശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റി പച്ചമണം മാറുന്ന പോലെ നല്ല വഴറ്റി കൊടുക്കുക. നല്ല വഴറ്റി അതിൻ്റെ ആ നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. അത് ആ തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ദാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് പാകിസ്ഥാൻ സ്റ്റൈലിലാണ്. അവരെ ഹോട്ടലിൽ പോയാൽ ഇതേപോലത്തെ ദാൽ കറി നമുക്ക് തരും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചോറിൻ്റെ കൂടെ എന്താണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ നമ്മൾ മാഗി ക്യൂബ് ഇല്ലേ, മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 പീസ് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ ക്യൂബല്ല ഉള്ളത്, മാഗി ക്യൂബ് പൗഡറാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ മാഗി ക്യൂബ് പൗഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ആക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിന് ശേഷം നമുക്ക് അടുത്ത് വേണ്ടത് കസൂർ മേത്തിയാണ്. അത് ഉലുവയുടെ ഇല അതുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, നിർബന്ധമില്ല. അതുള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഇങ്ങനെ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് അടച്ചിട്ട് അതിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറി റെഡി ആയിട്ട്. അപ്പോൾ കറി സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇത്ര ഇടുന്നോട്ടെ, കാരണം ഈ കറി ദാലല്ലേ ഇരുന്നിട്ട് ഇനിയിട്ട് തിക്കാവും. കാരണം ഓവർ വെള്ളം വേണ്ട. ഈ ഒരു പരിവാണ് ഇതാണ് അങ്ങനെയാണ് വേണ്ടത്. കറി ഒരു കുറുകിയ ടൈപ്പാണ് വേണ്ടത്. ഫ്രണ്ട്സിൻ്റെ ഹോട്ടലിൽ പോയ ദാലും റൊട്ടിയും കഴിക്കുമ്പോൾ ഇങ്ങനെ ഇട്ട് തരിക. ഈ ഒരു ഗ്രേവിയിലെ തരിക, ലൂസായിട്ടില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.